ഷോപ്പിലും. നമുക്കൊന്ന് പജേറോനെ കൊണ്ട് A to Z പഠിക്കാം. തീരാ കഥകളും തോരാ വാക്കുകളുമായിട്ട് നമ്മളിപ്പോ ഉള്ളത് പട്ടാമ്പിയിലാണ്. കുറച്ച് പജേറോന്റെ പ്രാന്തന്മാരുടെ സ്ഥലം. ഇത്രയും കഴിവുള്ള വണ്ടിയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ശരിക്കും ഇതിന്റെ ഫാനായി. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പും ഉണ്ട് പാലക്കാട് പട്ടാമ്പിയില് SNGS കോളേജിന് ഓപ്പോസിറ്റ് 4x4 അഡ്വഞ്ചർ എക്യുപ്മെന്റ്സ് എന്ന നമ്മളെ നിഷാദ് ഖാന്റെ ഷോപ്പ്. ഇവിടെയാണ് ഈ പജേറോന്റെ ഉമ്മയും വാപ്പിയും എല്ലാം ഉണ്ട്. ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത അറിയോ? ഇവിടെ കൊടുക്കുന്ന എല്ലാം ഒറിജിനൽ മാത്രം ആയിരിക്കുന്ന നിഷാദ് ഖാനെ പോലെ ഒറിജിനൽ. ഇനിയിപ്പോ ഇന്ത്യയിൽ കിട്ടാത്തതാണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് മലേഷ്യ, യൂറോപ്പ്, ഫ്രാൻസ്, അമേരിക്ക അവിടെ മാത്രം കിട്ടുന്നതാണേലും ഒറിജിനൽ ആണെങ്കിൽ നാട്ടിലെത്തും. അതിവരെ ക്വാളിറ്റി എടുത്ത് തന്നെ പറയണം. കാരണം ഇപ്പൊ ഷോപ്പിലുള്ള സ്പെയർ പാർട്സ് ഞാൻ കാണിച്ചു തരാം. ഈ കാണിക്കാൻ പോണ പലതും ഇന്ത്യക്ക് പുറത്തുള്ളതാണ്. പജേറോനെ കുറിച്ച് പഠിച്ചവർക്കറിയും. ഇനി നമുക്ക് പജേറോനെ കുറിച്ചുള്ള സ്പെഷ്യൽ ക്ലാസ്സിന് പോവാം. അതിന് നമ്മൾ പോയത് ഒരു ഒഴിഞ്ഞ പറമ്പിക്കാണ്. പോയി 2 ഡ്രിഫ്റ്റ് ഒക്കെ അടിച്ചപ്പോത്തിനും പണിയെടുക്കുന്ന ഭായിമാര് ഫുള്ളും ഇങ്ങോട്ട് നോക്കുക. ഇനി പറയാൻ പോണത് പജേറോന്റെ മെയിൻ്റെനൻസ്, യൂസ്ഫുൾ എന്തൊക്കെ ഉണ്ടോ മാക്സിമം പറയുന്നുണ്ട്. മൈക്കിന്റെ ചെറിയ പ്രശ്നമുണ്ട്, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കിയാൽ മതി. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ കുറച്ച് ഇങ്ങനെ ബിൽഡിങ്ങിന്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇത് നല്ലൊരു റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം എല്ലാം കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കേട്ട് നോക്കുക. ഈ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പജേറോ എടുക്കുന്നവർക്കും പിന്നെ ഇപ്പോൾ കയ്യിലുള്ളവർക്കും വേണ്ടി കുറച്ച് ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഷൂട്ടിങ്. അപ്പോൾ അതിനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ക്ലിയർ ചെയ്യാം. പജേറോൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഒന്നും പറയാം. മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പജേറോൻ്റെ സ്പെയർ പാർട്സ് നാട്ടിൽ കിട്ടാനുള്ള ടാസ്ക് തന്നെയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി 5 വർഷം മുന്നിട്ടാണ്. ആ സമയത്ത് ഞങ്ങൾ GCC കണ്ടെയ്നർ കൊണ്ടുവന്നത് പിന്നെ കുറേ ആഫ്റ്റർ മാർക്കറ്റ് ഞങ്ങൾ പണിതിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് വെച്ച് നോക്കുമ്പോൾ അതിനൊക്കെ ഇപ്പോൾ വണ്ടി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവിധ പാർട്സും ഒറിജിനലും അതേപോലെ തന്നെ സെയിം ആഫ്റ്റർ മാർക്കറ്റും നമുക്കിന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ പജേറോ 2 വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അപ്പോൾ ഇതിനെ കുറച്ച് മെയിൻറ്റെയിനും അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ റിപ്പയറും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയ ആ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ കുറഞ്ഞ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ വണ്ടിയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ പാർട്സ്. അപ്പോൾ ഒറിജിനൽ പാർട്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് ഇപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞ മാതിരി ഈ റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ ക്വാളിറ്റി നോക്കാതെ അപ്പോഴത്തെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് റേറ്റ് കുറഞ്ഞ പാർട്സിലേക്ക് പോകുമ്പോൾ ആ സൊല്യൂഷൻ അപ്പോൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ ക്ലിയർ ആവും. പക്ഷേ ഈ ഓഫർ പർപ്പസ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ പജേറോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കാൻ വേണ്ടി കുറച്ച് മെസ്സേജ് ടിപ്സ്. പജേറോ പുതുതായിട്ട് കിട്ടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ, ഒന്ന് പജേറോ നല്ല വണ്ടികൾ ഇപ്പോൾ കിട്ടാനില്ല. ഓൾമോസ്റ്റ് കേരളത്തിൽ നല്ല നല്ല വണ്ടികൾ ഇപ്പോൾ ഒരു ഇതെല്ലാം വിറ്റുപോയി ഉള്ളവർ വണ്ടി കൊടുക്കുന്നില്ല. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടിറക്കുന്ന വണ്ടികളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇപ്പോൾ വണ്ടികൾ പുറത്തുനിന്ന് വരുന്നത്. ഈ വണ്ടി ഞങ്ങൾ മധ്യപ്രദേശിൽ നിർത്താം, ഈ വണ്ടി. അതുപോലെ തന്നെ ഈ വണ്ടി ഞങ്ങൾ പഞ്ചാബ് നിർത്താം. ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് പോയി ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി എടുത്ത് ഇവിടെ കൊടുത്തിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ പേഴ്സണൽ വണ്ടിയാണ്. ഇതുപോലെ ഞങ്ങൾ പല വണ്ടികളും ഞങ്ങൾ പുറത്തുനിന്ന് ഇൻസ്പെക്ട് ചെയ്ത് കൊടുത്തിട്ട് പല കസ്റ്റമർക്കും കൊടുക്കുന്നു. ഒരു കസ്റ്റമർ പോലും എന്തില്ല നമ്മൾ വണ്ടി ആക്സിഡൻ്റ് ആണ്, എഞ്ചിൻ ഡാമേജ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കി ക്ലിയർ ആയി കസ്റ്റമറോട് ഇത് ഇതിൻ്റെ വർക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ നമ്മൾ കസ്റ്റമർക്ക് ഒരു വണ്ടി നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. ഇത് മൊത്തം നിങ്ങൾ നോക്കിയാൽ ഈ വണ്ടികളെല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടികളാണ്, ഞങ്ങൾ പണിതിട്ടിരിക്കുന്ന വണ്ടികളാണ്. ഇത് കൊടുക്കാനുള്ളതല്ല നോട്ട് ഫോർ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനും ആക്സിഡൻറ്റും. ബാക്കി എന്ത് പണി നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് റെഡിയാക്കാം. എഞ്ചിൻ പോയ വണ്ടി ആക്സിഡൻ്റ് ആയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്തില്ല, പിന്നെ നമ്മളിന്ന് സൊല്യൂഷൻ ഇല്ല. പിന്നെ വർക്ക്ഷോപ്പിൽ പറയുന്ന കാശ് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടിയില്ല. അപ്പോൾ അത് ഓഫ് റോഡ് അടിക്കാണെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ നോക്കണം, വീട്ടിൽ എന്ത് ചെയ്യണമല്ലോ. അപ്പോൾ എന്താണ് ഇതിപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാര്യം, ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി പജേറോ യൂസ് ചെയ്യാനുള്ള കാരണം, ചൂസ് ചെയ്യാനുള്ള കാരണം പജേറോ എന്ന് പറഞ്ഞ വണ്ടി ഒരു ഓഫ് റോഡിങ് കപ്പാസിറ്റിയോട് കൂടിയിട്ട് 96 94 ആയിട്ട് വേൾഡ് വൈഡ് ഇറക്കിയൊരു വണ്ടി മോഡലാണ്. ശരിക്കും ഇന്ത്യയിൽ ഒരു 2008 ഒരു SFX. ഇത് 2006 2007 GLX എന്ന് പറഞ്ഞ മോഡലും കൂടി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബമ്പറും കൂടി എന്തെങ്കിലും ആഡ് ചെയ്ത് അതിലൊരു വിൻഡും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഫുള്ളി സ്പെക്ക് എന്തായി ഒരു ഓഫ് റോഡ് വണ്ടിയായി. ഫസ്റ്റ് തന്നെ പജേറോ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിൽ പ്രളയം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതലായിട്ട് എല്ലാ വണ്ടികളും കണ്ട സംഭവമാണ്. ഫിൽറ്റർ വരുന്ന ഈ ഭാഗത്ത് എയർ ഫിൽറ്ററിലോട്ട് വെള്ളം കയറും. അതായത് എയർ ഫിൽറ്ററിൽ എയർ വലിച്ചെടുക്കുന്ന ആ ഒരു ഭാഗം അപ്പോൾ ഇതിനേക്ക് കണക്ട് ഇപ്പോൾ എയർ പോകുന്നത് ഇപ്പോൾ ഇതിലൂടെയാണ് എയർ ചെയ്യുക. പ്രോപ്പറായിട്ട് എയർ ഡെം പറ്റില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ പാറയോ കല്ലോ അല്ലെങ്കിൽ എവിടെയും വണ്ടി കൊണ്ടുപോയിട്ട് തട്ടുന്ന സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൽ തട്ടിയിട്ട് വണ്ടി അങ്ങനെ നീങ്ങി പോകണം. അല്ലാതെ ഇത് മെളുങ്ങി അല്ലെങ്കിൽ വളർന്ന് ഇതിന് ബോഡിയിലോട്ട് തട്ടുന്ന രീതിയിൽ സംഭവിക്കാൻ പറ്റില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഇവരില്ലേ ഒരു ഷോപ്പ് ഉണ്ട് ഇവർക്ക്. അതിലിപ്പോൾ ഇവിടെ അവിടെ കിട്ടാത്തൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇതിന് മുന്നേ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ കിട്ടാത്തൊന്നുമില്ല. എനിക്ക് സത്യം പറയും ഈ വണ്ടിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട്, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ എന്തൊക്കെയോ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇതേപോലെ ഒന്ന് വേണമെന്നൊക്കെ തോന്നും, പക്ഷെ നമുക്കൊന്നും നടക്കില്ല, അത് വേറെ വിഷയം. വീഡിയോ ഇഷ്ടമായ സർക്കപ്പയ്യ ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ സലാം.